ഇതാണ് ആയുർരേഖ. ഈ കാണുന്ന ചെറിയ രേഖയില്ലേ, ഇതാണ് സപ്പോർട്ടിംഗ് ലൈൻ. എന്ന് വെച്ചാൽ എന്താ? ആയുസിന്റെ കാര്യം സ്ട്രോങ്. ഈ തള്ളവരന്റെ നടുക്ക് ധാന്യമണി ഒരു സാധനം കണ്ടോ കണ്ടോ? അതാണ് യവരേഖ. അങ്കുഷ്ടമധ്യേ യവരേഖ കണ്ടാൽ അങ്ങിഷ്ടമാം ഭോജന സൗഖ്യമുണ്ടാം എന്ന അർത്ഥമാണ്. എന്ന് വെച്ചാൽ ശാപ്പാടിന് പഞ്ഞമില്ല എന്നർത്ഥം. കൈമാറിപ്പോയി. ഈ പെൺകുട്ടികളുടെ ഇടത് ചെയ്യാൻ നോക്കേണ്ടത്. എന്താണ് ഞാൻ പറഞ്ഞത്? താമസിക്കും നിന്റെ തമാശ. അപ്പൊ എന്താ ആരുമില്ലാത്ത നേരത്തെ ദേവന്റെ അടുത്ത് നിന്ന് തോന്നിയാസം കാണിക്കാൻ നോക്കുക. ഞാൻ എന്ത് തോന്നിയാസം കാണിച്ചെന്നാ? ആ കുട്ടിയുടെ കൈകൊണ്ട് നോക്കിപ്പോയി. അതിനെന്താ വലുത്ത ചൂടാവാൻ? ചൂടാന്നോ? എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടായിട്ട്. ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. പുഷ്പ നിന്നെ സ്വന്തമൊന്നുമല്ലല്ലോ. അതേടാ, എന്റെയാ, എന്റെ മാത്ര. എന്താ മോളെ, എന്താ ഉണ്ടായേ? ഒന്നുമില്ല ചേച്ചി. അപ്പോ നീ എന്താ അപ്പൊ പറഞ്ഞത്? ദേവു നിന്റെയാണെന്നോ? അറിയാതെ അപ്പോഴത്തെ ഒരു ആവേശത്തിന് ഉള്ളിലുള്ള സത്യം ഇങ്ങോട്ട് പുറത്തു പോകുന്നുവല്ലേ? നീ കരുതും പോലെ അങ്ങനെ ഒരു വൃത്തിയായിട്ട് കണ്ടുകൊണ്ടല്ലടാ ഞാൻ ആ കുട്ടിയോട് പെരുമാറിയത്. പിന്നെ നിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയുണ്ടായിരുന്നെന്ന് സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ലടാ. മനസ്സില് പുഷ്പനൊന്നും തോന്നരുത്. ഞാനത് അപ്പോഴേ വിട്ടു. പക്ഷെ ചെലവ് ചെയ്യണം. ചെലവൊക്കെ ചെയ്യിക്കാം. ആദ്യം നമ്പ്യാർ സാർ ഒന്നിങ്ങ് വരട്ടെ. നിന്റെ വിഷയം അവതരിപ്പിക്കുന്നതിന് സ്പെഷ്യൽ പരിഗണന വേണ്ടി വരും. ഒരുപാട് കഷ്ടപ്പെടുത്തി, ദുഃഖിപ്പിച്ചു. എന്നാലും എന്താ മോളെ, സന്തോഷത്തിനൊരു വാതില് തുറന്നു കിട്ടിയില്ലേ? നല്ല മനസ്സുള്ളവരെ ദൈവം ഒരിക്കലും ശിക്ഷിക്കില്ല. മോൾ ഉറങ്ങിയോ? ബാലമമ്മ വന്നു. ഇതെന്ത് പറ്റി ബാലമാമയ്ക്ക്? ഒന്നുമില്ല കുട്ടി, വല്ലാത്ത അലച്ചിലായിരുന്നു. മോള് സന്തോഷമായിട്ടിരിക്കുന്നല്ലോ. ബാലമാമയ്ക്ക് അതാ വലുത്. ആ, ഞാൻ ഏൽപ്പിച്ചിട്ട് പോയ കുട്ടിയല്ല ഇപ്പോ ഇവള്. ഒരുപാട് മാറി. ഞാൻ എങ്ങനെയാ നിങ്ങളോട് നന്ദി പറയാ? മുഴുവൻ ക്രെഡിറ്റും അപ്പൂന, ഞങ്ങൾക്ക് പിന്നെ ഉള്ളൂ. അപ്പോ എവിടെ? അപ്പോ ഞങ്ങള് നാളെ മടങ്ങാണ്. ഇനിയും വരാം എപ്പോഴെങ്കിലും. മനസ്സിൽ നിങ്ങളൊക്കെ ഉണ്ടാവും എപ്പോഴും. കാലത്തെ പുറപ്പെടണം. അതിനു മുമ്പ് എല്ലാവരെയും കാണണം. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കുട്ടിയുടെ ബാഗ്. സുഖു, നീ ആ ബാഗൊക്കെ വന്നിട്ട് വണ്ടി വയ്ക്കും. ശരി സാർ, വരും. അപ്പോ നീ വെറുതെ അപ്സെറ്റ് ആവണ്ട.
നമ്പ്യാർ സാറ് ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറയാം, നാളേക്കാക്കണ്ട, ഇപ്പൊ തന്നെ നീ വാ. മനുഷ്യരുടെ മുഖം പഠിക്കുന്നവനാണ് ഞാൻ. കണ്ണിലെ ഒരു ചെറിയ തിളക്കം, മുഖത്തിന്റെ തുടിപ്പ്, എനിക്കത് മനസ്സിലാവും. അന്ന് ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരടുപ്പം, അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരുന്നേനെ. പക്ഷേ ഇപ്പോ എന്റെ മനസ്സിലുള്ള തീയ്, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്താണ് സാർ? ദേവുവിനെ നിങ്ങളുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചിട്ട് അന്നെനിക്ക് പോകേണ്ടി വന്നത് എവിടേക്കാണെന്നറിയോ? എന്തിനാണെന്നറിയോ? ഒരാക്സിഡന്റിൽ തകർന്നുപോയ മോട്ടോർ ബൈക്ക്, ചുറ്റും തിരിച്ചറിയാൻ കഴിയാത്ത കുറെ മാംസത്തുണ്ടുകൾ. എന്റെ മകൻ മരിച്ചുവെന്ന് പറയാൻ അന്വേഷിച്ചു പോയ അവന്റെ സുഹൃത്തുക്കൾക്ക് അത് മാത്രമായിരുന്നു അവലംബം. അതായിരിക്കണേ സത്യമെന്ന് ആഗ്രഹിച്ച എന്റെ മനസ്സ് അതിനപ്പുറത്തുള്ള പൊരുൾ തേടിയതുമില്ല. പക്ഷേ മരിച്ചുപോയി എന്നെഴുതി തള്ളിയിരുന്ന എന്റെ മകൻ ജീവിച്ചിരിക്കുന്നുവെന്ന് ലഹരി മരുന്നിന്റെ അടിമയായി മനസ്സും ശരീരവും തളർന്ന് നാഷണൽ ഹൈവേയിൽ ഒരു പാലത്തിന് ചുവട്ടിൽ അനാഥ ശവം പോലെ കിടന്നിരുന്ന അവനെ കണ്ടെത്തിയവർക്ക് കണ്ടില്ലെന്നടിക്കാമായിരുന്നു. ഭ്രാന്താശുപത്രിയിലെ ചികിത്സക്കിടയിൽ അവന്റെ വായിൽ നിന്നും വീണ് കിട്ടിയ നുറുങ്ങുകളിൽ നിന്നും അവരെന്നെ ട്രേസ് ഔട്ട് ചെയ്തു. വിവരമറിഞ്ഞ് അവിടേക്ക് തിരിക്കുമ്പോ അതവനായിരിക്കരുതേ. ആണെങ്കിൽ തന്നെ സോറി സാർ, വി ട്രൈഡ് അവർ ലെവൽ ബെസ്റ്റ്. ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നായിരിക്കണേ കേൾക്കുന്നത്. ഒരച്ഛനും സ്വന്തം മകനെക്കുറിച്ച് അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചു. ഐ പ്രേഡ് ദാറ്റ്. ഹൈദരാബാദിലെ അസൈലത്തിൽ എനിക്കവനെ ഉപേക്ഷിച്ചിട്ട് പോരാമായിരുന്നു. പക്ഷെ ജന്മം നൽകിപ്പോയില്ലേ. അവിടെ തുടർന്ന് തങ്ങിയാൽ ഇവിടെ ഒറ്റയ്ക്കായി പോകുന്ന ദേവു. എന്തു വേണ്ടുമെന്നറിയാതെ ഉളറി നിന്നപ്പോ മനസ്സിൽ ആദ്യം ഓടിയെത്തിയത് ഡോക്ടർ ഡിസൂസയുടെ മുഖമായിരുന്നു. വിവരമറിഞ്ഞ് ഉടനെ അയാൾ ഓടിയെത്തി വിഷ്ണുവിന്റെ ചുമതല ഏറ്റെടുത്തു. ഹോസ്പിറ്റലിൽ എത്തുന്നവരെ അവൻ ഉണരില്ല. ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമുണ്ട്. ശരീരവും മനസ്സും ഒരുപോലെ തളർന്നു കിടക്കുകയാണെങ്കിലും മുന്നോട്ട് കുതിക്കാനുള്ള ഒരു എർജ് തീപ്പൊരി പോലെ അവന്റെ ഉള്ളിൽ ബാക്കി കിടപ്പുണ്ട്. അത് എന്തിലേക്കുള്ളതാണെന്ന് എനിക്കിപ്പോൾ പറയാനാവില്ല. എനിക്ക് വിഷ്ണുവിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്. പക്ഷേ മിസ്റ്റർ നമ്പ്യാർ തുടർച്ചയായിട്ട് കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉണ്ടാവണം. എപ്പോഴാണ് നിങ്ങളുടെ സാന്നിധ്യം, ശബ്ദം എനിക്ക് ആവശ്യമായി വരികയെന്ന് പറയാനാവില്ല. പക്ഷേ ദേവു അവിടെ ഒറ്റയ്ക്ക്. അത് നമ്മുടെ സ്ഥലമാ, നമ്മുടെ കുട്ടികളല്ലേ അവിടെ ഉള്ളവരൊക്കെ. ഷീ ഈസ് സേഫ്. സമാധാനായിരിക്കുക. മിസ്റ്റർ നമ്പ്യാർ, ഐ ഹാവ് സം ഹാപ്പി ന്യൂസ് ഫോർ യു. 2 ദിവസമായിട്ട് ഞാൻ വിഷ്ണുവിന്റെ കൂടെ തന്നെയായിരുന്നു. എന്റെ എല്ലാ അനുഭവവും അറിവും വെച്ച് ഞാൻ അവനെ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അറിയോ, ആരുടെയും സഹായമില്ലാതെ ഇന്നവൻ പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ചു. ഈ ഹാരിസ് ബ്രേക്ക്ഫാസ്റ്റ്. പത്രം മറിച്ചു നോക്കി. വിഷ്ണു എന്ന് വിളിച്ചപ്പോൾ തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ ചില കാർട്ടൂൺസ് കാണിച്ചപ്പോ അവൻ റെസ്പോണ്ട് ചെയ്തു. 4-5 ഫോട്ടോഗ്രാഫ്സിന്റെ ഇടയിൽ നിന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി അവന്റെ ചുണ്ടുകൾ അച്ഛൻ എന്ന് മന്ത്രിച്ചു. അവന്റെ മനസ്സിലിപ്പോൾ നിങ്ങളുണ്ട്. അതിനേക്കാൾ ആഴത്തിൽ ദൈവം ഉണ്ടാകും. വിഷ്ണു, എന്നെ മനസ്സിലായോ നിനക്ക്? അച്ഛൻ. ദേവുവിനെ കണ്ടേ നിനക്ക്? അവൾ എന്റെ കൂടെ ഉണ്ട്, ഊട്ടിയിൽ. ഞാൻ താമസിക്കുന്ന ഹോട്ടൽ റൂമിൽ.
Leave him. അവൻ കരയട്ടെ. Just leave him. This is a very positive sign. ഇനി മിസ്റ്റർ നമ്പ്യാർക്ക് പോകാം. തിരിച്ചു വരുന്നത് ദേവുവിനെയും കൂട്ടിക്കൊണ്ടായിരിക്കണം. അവളെ കാണുമ്പോൾ അവനുണ്ടാകുന്ന റിയാക്ഷൻസ് ആണ് പ്രധാനം. പക്ഷേ മറക്കാനും പൊറുക്കാനും തയ്യാറായ മനസ്സുമായിട്ട് വേണം അവൾ വരാൻ. എനിക്ക് വേണമെങ്കിൽ ദേവുവിനോട് ഇതൊന്നും പറയാതിരിക്കാം. വിഷ്ണുവിനെ അവന്റെ വിധിക്ക് വിട്ടുകൊടുക്കാം. ഡോക്ടർ ഡിസൂസയെ ഇനി ഒരിക്കലും കാണാതിരിക്കാം. പക്ഷേ അവൻ എന്റെ മകനാണ്. അതിനേക്കാൾ ഉപരി ദേവുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനാണ്. ഇനി നിങ്ങൾ പറയണം, ഞാൻ എന്താ ചെയ്യേണ്ടത്? സാർ പോണം. ദേവുവിനെയും കൂട്ടിക്കൊണ്ടു പോണം. മനസ്സ് കലമ്പുമ്പോ ദൈവത്തെ വിളിച്ച് കരഞ്ഞാൽ മതിയെന്ന് പോപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം. ദേവുവിന് നല്ലത് മാത്രം വരട്ടെ. മനസ്സിൽ കണ്ടത് മുഴുവൻ സ്വപ്നമായിരുന്നെന്ന് കരുതിയാ പോരെ. അപ്പോ സാർ പോയി കിടന്നോളൂ. ഒരുപാട് വൈകി. നാളെ രാവിലെ ഞങ്ങൾ എല്ലാവരും വരാം. എല്ലാം നല്ല വഴിക്കേ വരും. അതെ. എപ്പോ? എന്നിട്ട് ഞാൻ സൂക്ഷിച്ചോളാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും വിവരം കിട്ടി അപ്പൊ അറിയിക്കണം. എന്തേ? മോൾ ഉറങ്ങിയില്ലേ? ഉറക്കം വന്നില്ല. മരുന്ന് കഴിച്ചിട്ടുണ്ടാവില്ല. ഈയിടെ ഉറങ്ങാൻ മരുന്ന് കഴിക്കാറില്ല. ഇത് കഴിച്ചോളൂ. സ്ഥലം മാറി കിടന്നതല്ലേ. ഇതോടെ കഴിച്ചോളൂ. നല്ലോണം ഉറങ്ങണം. കാലത്തെ പുറപ്പെടാനുള്ളതാ. ബാലമാമ, നമുക്ക് ഇവിടം വിട്ട് പോണോ? ഇപ്പോ മോള് സുഖമായിട്ട് കിടന്നുറങ്ങുക. വിഷ്ണു, ദേവു ഇവിടെയില്ല. വിഷ്ണു
നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നാക്കാം. നാളെ ദേവുനെയും കൂട്ടി ഞാൻ അങ്ങോട്ട് വരാം. ഇപ്പോ അവിടെ നിന്നെ കാണണ്ട. ഞാൻ വിളിച്ച അവള് വരുമെന്ന് എനിക്കറിയാം. He's my son. ദേവു ഒന്നും അറിഞ്ഞിട്ടില്ല. തൽക്കാലം ഒന്നും അറിയുകയും വേണ്ട. അപ്പോ ചേരേണ്ടത് തമ്മിലേ ചേരാവൂ. അപ്പോൾ കേട്ടിട്ടില്ലേ മുത്തശ്ശിമാർ പറയാറുള്ള ഒരു പഴയ കഥ? ചിരിക്കാനും ഉരിയാടാനും കഴിയാത്ത രാജകുമാരിയെ കൊണ്ട് നാടായ നാടൊക്കെ തെണ്ടു നടന്ന ഒരു രാജാവിന്റെ കഥ. അവളെ ഉണർത്താൻ കഴിയുന്നവന് രാജ്യത്തിന്റെ പകുതിയും രാജകുമാരിയെ തന്നെ നൽകാമെന്ന് പറഞ്ഞ ഒരു പാവൻ രാജാവിന്റെ കഥ. ദേവു, ബാലമാമ പോയിട്ട് കഴിയുന്നതും വേഗം വരാം. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോക്ക്?